മനസ്സിലാവുന്നുണ്ട് മോനെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോന്റെ വിഷമം. ഇല്ല, ആർക്കും മനസ്സിലാവില്ല. ശാരദാമ്മയ്ക്ക് മനസ്സിലാവത്തില്ല. സഹതാപോ അനുകമ്പയും കരുണയൊക്കെ പെണ്ണുങ്ങളെ മാത്രം അറിയിക്കുന്നതാണല്ലോ. വേണ്ട, അയ്യോ സാറേ, എന്തേലും പറ്റിയോ സാറേ? ഒന്നുമില്ല മോനെ. വേണ്ട ശാരദാമ്മേ, താങ്ങണമെന്ന് ആഗ്രഹിച്ച കൈകൾ താങ്ങുന്നില്ല. പിന്നെ തന്നെ ശാരദാമ്മ. ആണോടി കഴുത്തി താലി കെട്ടിയവൻ പിടച്ചു വീഴാൻ പോയിട്ട് ആ ഓട്ടോ ഡ്രൈവർ കാണിച്ച മനസാക്ഷി പോലും നീ കാണിച്ചില്ലല്ലോടി. രാജീവ് സാർ പറഞ്ഞൊക്കെ നേരാ, നിന്റെയൊക്കെ മനസ്സ് കരിങ്കല്ലടി. സാർ എന്ത് പറഞ്ഞെന്നാ? സാർ ഇനി പറയാനൊന്നുമില്ല, എല്ലാം ഞാൻ കേട്ടോണ്ട് നിന്നു. കേൾക്കാനുള്ള ബാധ്യത എനിക്കുണ്ടല്ലോ. ഓ, അപ്പോ ഓട്ടോ വരാനല്ല, മേൽക്കോടതിയിൽ അപ്പീൽ നൽകാൻ വേണ്ടിട്ടാ സാർ ഇത്രയും താമസിച്ചത്. ആണെങ്കി കണക്കായി പോയി. നീ തനിയെ അങ്ങ് പൊട്ടിമുളച്ചൊന്നും അല്ലല്ലോ. ഭൂമിയിൽ അങ്ങനെ ആരും തനിയെ പൊട്ടിമുളയ്ക്കുന്നില്ലമ്മേ. ഇടി. പക്ഷെ ഒരു പ്രായം കഴിഞ്ഞ ഓരോരുത്തരുടെയും ജീവിതം അവര് തന്നെയാ ജീവിക്കുന്നത്. അപ്പൊ നേർവഴി കാട്ടിത്തരാൻ അമ്മ വേണ്ടെന്നർത്ഥം. അമ്മ എന്ത് വഴി കാട്ടി തന്നൂന്നാ? പേരുവഴിയോ? ക്ഷമിച്ചും സഹിച്ചും ത്യാഗം ചെയ്തും ഒരു കുടുംബജീവിതം നടത്തുന്ന ഒരാളാണെങ്കിൽ പറയുന്നതിലൊരു അർത്ഥമുണ്ട്. അച്ഛനെ കണ്ട ഓർമ്മ മാത്രമുള്ള കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ട് ആൺതുണയില്ലാത്ത അടുക്കളയിൽ തീ ഊതാൻ ശാരിക കിട്ടില്ലമ്മേ. ശാരദാമ്മേ, ആരെയും ഒന്നും പ്രതീക്ഷിക്കരുത്. നന്ദിയോ കടപ്പാടോ ഒന്നും. മക്കളായാലും മാതാപിതാക്കളായാലും. അമ്മ എന്ത് വഴി കാട്ടി തന്നൂന്നാ? പേരുവഴിയോ?
അച്ഛനെ കണ്ട ഓർമ്മ മാത്രമുള്ള കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ട് ആൺതുണയില്ലാതെ അടുക്കളയിൽ തീ ഊതാൻ ശാരിക കിട്ടില്ല അമ്മേ. ലോകത്ത് ഒരു പെണ്ണും താങ്ങാത്ത 2 ദുരന്തങ്ങളാ സാറിന്റെ അമ്മയും അമ്മാവനും. എന്നെ ഇതിലൊന്നും കൊണ്ട് വെറുതെ പെടുത്തുണ്ടായിരുന്നു സാറേ. കുറച്ചു ദിവസമായില്ല നിന്നെ കോളേജിലേക്ക് കണ്ടിട്ട്. അത് എനിക്കൊരു പനി. വിളിച്ചാ ഫോൺ എടുക്കില്ല. ഇങ്ങനെയുണ്ടോ ഒരു പനി? ദേ കണ്ടില്ലേ, നിന്നെയാ ഈ സ്വാഗതം ചെയ്തിരിക്കുന്നത്. അവിടെ വേറെയുണ്ട്. സ്റ്റുഡൻസ് ഒക്കെ പറയുന്ന ലഹരി മരുന്നിന്റെ രാജകുമാരിയാണെന്നാ. അത് നിന്നെ കുറിച്ച്. അവിടെ നിക്കേ. എനിക്ക് വീട്ടിൽ പോണം. അങ്ങനെ അങ്ങ് പോയാലോ ശ്യാമക്കുട്ടി? മനുവിനെ ഫ്രണ്ട്സിനെ മയക്കുമരുന്ന് കേസിൽ പെടുത്തിയിട്ട് നീ ഇവിടെ ഞെളിഞ്ഞിരുന്നങ്ങ് പഠിക്കാന്ന് കരുതിയോ? മനു, നമുക്കിടയിൽ ഇഷ്യൂസ് ഒന്നുമില്ല. ഇഷ്യൂസ് ഒന്നുമില്ലാന്ന് നീ അങ്ങ് തീരുമാനിച്ച മതിയോ? ജയിലിൽ കിടന്ന് കൊതുകടി കൊണ്ടത് ഞാനാടി. അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതാ, ഞാൻ പെട്ടാ നിന്നെയും പെടുത്തുവെന്ന്. ചേച്ചിമാരുടെ ഭർത്താക്കന്മാരുടെ ഒത്താശയില് ചുമ്മാ അതങ്ങ് ഊരിപ്പോന്ന് കരുതിയോടി നീ. എന്നെ മാത്രമല്ല അച്ചായനെയും കൂടി നീ ഈ കേസിലേക്ക് വലിച്ചഴിച്ചു. നിന്റെ രാജീവ് സാറിനെ വിഷ്ണുവേട്ടന്റെ ഒക്കെ പോക്കറ്റിലായിരിക്കും ഇവിടുത്തെ ACP. പക്ഷേ കോളേജ് ഭരിക്കുന്നതേ അവരാരുമല്ല. നിന്നെ ഇവിടെ ഇട്ട് എന്ത് ചെയ്താലും ഒരു പോലീസോ പട്ടാളോ കോളേജ് ക്യാമ്പസിലേക്ക് തിരിഞ്ഞു നോക്കില്ല. അതാടി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ പവർ. പ്ലീസ് മനു, അപമാനിക്കരുത്. കേസ് കൊടുത്തത് ഞാനല്ല. ഞാൻ ആരോടും നിങ്ങളുടെ ഒന്നും പേര് പറഞ്ഞിട്ടുമില്ല. അങ്ങനെ മാപ്പുസാക്ഷി ആവണ്ട നീ. ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരു കുറ്റമാണെങ്കിൽ ഞങ്ങൾ മാത്രം കുറ്റക്കാരും നീ മാത്രം പരിശുദ്ധ മാലാകയാവുന്നത് എങ്ങനെയാടി? മനു, ഞാൻ എന്ത് വേണമെന്നായി പറയുന്നത്? ആ ചോദ്യം ന്യായം. സംഭവിക്കാനുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു. അതൊന്നും ഇനി തിരിച്ചെടുക്കാനും പറ്റില്ല. എനിക്കുണ്ടായ മാനക്കേടോ ചീത്തപ്പേരോ ഒന്നും. മരുന്ന് വിഴുങ്ങിയ വകയിലെ 10,000 കണക്കിന് രൂപയ്ക്ക് നീ എനിക്ക് കടക്കാരിയാ. അതല്ല ഞാനങ്ങ് വിട്ടേക്കാം. പക്ഷേ അതിനു പകരം നീ എനിക്കൊരു കിസ് തരേണ്ടി വരും. എന്നെ അമർത്തി കെട്ടിപ്പിടിച്ച് എന്റെ ഈ കവിളത്ത് ഈ സ്റ്റുഡൻസ് എല്ലാം നോക്കി നിൽക്കെ. മനു, പ്ലീസ്. അങ്ങനങ്ങ് പോയാലോ? മനു, പറയുന്നത് അനുസരിക്കാതെ നിനക്ക് ഒരു നിർവാഹവും ഇല്ല എന്റെ ശ്യാമക്കുട്ടി. നിന്റെ ഗാർഡിയൻ ഏഞ്ചൽ ഉണ്ടല്ലോ, ദി ഗ്രേറ്റ് ലെക്ചറർ രാജീവ് രംഗനാഥ്. ഹി ഈസ് ഓൺ ലീവ്. കൂടാതെ 1.5 കാലിലും. മനു, പ്ലീസ്. കം ഓൺ ബേബി, ഇംപ്രസ് മീ. മനു, മനു വിട.
പിടിക്കണ അവളെ. നിക്കണേ അവിടെ. ആരുടെ അയാള്? നമുക്ക് തരപ്പടിയല്ല മനു, ഏതോ കിളവനാ. മോളെ, അവൾ ഇങ്ങോട്ട് വിടറോ? എന്തിന്? അതൊക്കെ അവളോട് ഞാൻ പറഞ്ഞോളാം. ഇതേ ഞങ്ങൾ തമ്മിലുള്ള ഇടപാടാ, അതിൽ താൻ ഇടപെടണ്ട. ഇടപെട്ടാലോ? ഇതേ കോളേജ് ക്യാമ്പസാ കാരണവരെ വിവരം അറിയും. കോളേജ് ക്യാമ്പസ് എന്ന് പറയുന്നത് നിന്നെപ്പോലെ മീശ മുളച്ചു തുടങ്ങുന്ന പയ്യന്മാർക്ക് എന്ത് ചെറ്റത്തരവും കാണിക്കാൻ പട്ടയം പതിച്ചു കിട്ടിയ ഭൂമിയാന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോടാ മോനെ. ഇതൊക്കെ ചോദിക്കാനും പറയാനും താൻ ആരാ? ഞാൻ ആരാന്നറിയണോ? തന്ത. നിന്റെ അല്ല, ഈ നിൽക്കുന്ന എന്റെ മോളുടെ. നിനക്കും അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ ആളുണ്ടെങ്കിൽ അയാളോട് പോയി പറയടാ, ഗോപാലകൃഷ്ണൻ നിന്നെ തല്ലീന്ന്. ബാക്കി എന്തേലും സമ്മാനം സ്വീകരിക്കാനുണ്ടെങ്കിൽ ഞാൻ അയാൾക്ക് കൊടുത്തോളാം. ഞങ്ങൾ തരപ്പടിക്കാര് തമ്മിലാവട്ടെ കളി. ഇതും നട്ടല് നേരെയാവാൻ പ്രായമായിട്ടില്ലാത്ത നിനക്കുള്ളതല്ല, അയാൾക്കുള്ളതാ. നിന്നെയൊക്കെ ചൊല്ലും വിളിയുമില്ലാതെ വളർത്തിയതിന്, അപ്പനാവാൻ പ്രായമുള്ള ഒരാളെ ഡാന്ന് വിളിച്ചതിന് അവരുടെ ഒന്നും ആവശ്യം വരില്ലടോ. തന്നെ എടുത്ത് കൊടുക്കാനേ ഞങ്ങളൊക്കെ തന്നെ ധാരാളം. ചോര വീഴും ഈ ക്യാമ്പസില്. എന്നാലൊന്ന് കാണട്ടടാ. തല പെരുക്കുന്ന മരുന്നിന്റെ ലഹരിയില് നീയൊക്കെ ചോര വീണേ കണ്ടിട്ടുള്ളൂ. ജീവിക്കാനുള്ള പെടാപ്പാടിൽ പയ്യബോധത്തിൽ തെരുവീന്ന് ചോര വീഴ്ത്തി തുടങ്ങിയതാടാ ഈ ഗോപാലകൃഷ്ണൻ. അതൊക്കെ നീയൊക്കെ ജനിക്കുന്നതിന് മുമ്പേ. തന്തയ്ക്ക് പിറന്നവന്മാരുണ്ടെങ്കിൽ വാടാ, വാടാ. മോളിങ് വന്നേ, വാ മോളെ, വാ ഇങ്ങോട്ട് വന്നേ. മോൾ ഇവിടെ തന്നെ പഠിക്കും. കരഞ്ഞോണ്ട് പിന്തിരിഞ്ഞോടാനാണെങ്കിൽ ഒളിക്കാൻ ഇടം കിട്ടില്ല. പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക്. ആരെങ്കിലും അടിക്കാൻ വന്നാ ഓടി മാറാം. പക്ഷേ ഓടിച്ചിട്ട് അടിക്കാൻ വന്നാ തിരിച്ചടിക്കണം മോളെ. അതിലപ്പുറം ക്ഷമയൊന്നും ആവശ്യമില്ല. പഴയതൊന്നും ഓർമ്മിച്ച് വിഷമിക്കണ്ട മോൾ. തെറ്റാർക്കും പറ്റാം. അത് തിരുത്തുകയും തിരുത്താൻ സഹായിക്കുകയും ചെയ്യുന്നവരാ ദൈവത്തിന്റെ സ്ഥാനത്തേക്ക് വരുന്നത്. അല്ലാതെ ഇവിടെ കാഴ്ച കാണാൻ കൂടിയ പൊട്ടികളല്ല. നീയൊക്കെ ഒന്നോർത്തോ, ഒരു പെണ്ണിനെ ഇതുപോലെ പരസ്യമായിട്ട് ആക്രമിക്കുമ്പോ അത് ചോദ്യം ചെയ്യുന്നവനാടാ ആണ്. അത് എന്തിന്റെ പേരിലായാലും. അല്ലാതെ നോക്കി നിന്ന് രസിക്കുന്നവനല്ല. എന്റെ മോക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ സഹായിച്ച് കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്ത്. അല്ലാതെ വാക്കും നോക്കും കൊണ്ട് അതുപോലുള്ളവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയല്ല വേണ്ടത്. അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിനുള്ള യോഗ്യത ഉണ്ടോന്നുകൂടി ഒന്ന് സ്വയം വിലയിരുത്തിയാൽ കൊള്ളാം. അങ്ങനെ ഒരു ജീവഹാനി ഉണ്ടായ ആ ശവവും സോഷ്യൽ മീഡിയയിൽ വെച്ച് വില പേശുമല്ലോ നീയൊക്കെ. നിന്റെയൊക്കെ ഒരു ന്യൂജൻ റിലീജിയൻ. മോള് വയ്ക്കും, പോയി പഠിക്ക്.
നിന്നെ ആരും ഒന്നും ചെയ്യില്ല. അച്ഛനുണ്ട്. അച്ഛൻ ഇവിടെ തന്നെ ഉണ്ടാവും. ചെല്ലുമോളെ. എന്റെ മോളുടെ കണ്ണിൽ നിന്നും ഇനി ഒരു തുള്ളി കണ്ണീര് വീണ നീയൊക്കെ വിവരം അറിയും. ഗോപാലകൃഷ്ണൻ മേലും കീഴും നോക്കാനില്ലാത്ത അവസ്ഥ എനിക്ക്. ശാരിക ഒരിക്കലും അങ്ങനെ പറയുന്നു ഞാൻ വിചാരിച്ചില്ല ഭാനുമതിയമ്മേ. എന്നെ പറ്റി അവൾ അങ്ങനെയൊക്കെയാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? നമ്മളെപ്പറ്റി മറ്റുള്ളവർ എന്ത് വിചാരിക്കണമെന്ന് നമുക്ക് ശാഠ്യം പിടിക്കാൻ പറ്റില്ലല്ലോ ശാരദാമ്മേ. തെണ്ടി നടന്നപ്പോ ഞാൻ പഠിച്ച പാഠമാ അത്. അറപ്പും വെറുപ്പും എല്ലാവർക്കും. ചിലര് പുഴുത്ത പട്ടിയെ പോലെ ആട്ടി ഓടിക്കും. ആദ്യമൊക്കെ ചെറിയ വിഷമം തോന്നുമായിരുന്നു, പിന്നെ അത് ശീലമായി. ആരെന്ത് വിചാരിച്ചാലെന്താ, നമുക്കും ജീവിക്കണ്ടേ? പട്ടിയും പൂച്ചയും ഒക്കെ പോലെ ഇര തേടുന്നു, ആഹാരം കഴിക്കുന്നു, ഉറങ്ങുന്നു. മനുഷ്യന് പ്രത്യേകിച്ച് വിശേഷമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. മൃഗങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ പെറ്റു വീഴുമ്പോഴേ എഴുന്നേറ്റ് നിൽക്കുകയും പാല് കുടിക്കുകയൊക്കെ ചെയ്യുന്നില്ലേ? അതിന് കാര്യപ്രാപ്തി ആയെന്ന് ചുരുക്കം. അങ്ങനെ ആയിക്കഴിഞ്ഞാ അമ്മ അതിനോട് വലിയ മമതയൊന്നും കാണിക്കാറില്ല. മനുഷ്യന്മാരുടെ കുഞ്ഞുങ്ങള് മുട്ടില് നീന്താനും പിച്ച വെച്ച് നടക്കാനും ഒക്കെ വർഷങ്ങളെടുക്കും. അവരും കാര്യപ്രാപ്തി ആയിക്കഴിഞ്ഞാ അവരുടെ വഴിക്കങ്ങ് വിട്ടേക്കണം. നമ്മൾ അവരെ വിട്ടില്ലെങ്കിലും അവര് നമ്മളെ വിടും. അങ്ങനെയാ ലോകം. നിങ്ങളിതൊക്കെ എവിടെ നിന്ന് പഠിച്ചു? ഞാൻ പഠിച്ചു. ജീവിതം പഠിപ്പിച്ചു. ശാലിനിയോ? മോളെ, എന്താ മോളെ നീ രാത്രിയില്? ഒന്ന് രണ്ട് കാര്യങ്ങൾ അമ്മയായിട്ട് ആലോചിക്കാനുണ്ടായിരുന്നു. വൈകാതെ പോവുകയും വേണം. അവിടെ കാര്യങ്ങളൊക്കെ കുഴഞ്ഞു കിടക്കാം. എന്റെ രണ്ടാമത്തെ മോള ശാലിനി. ആ കളക്ടറാവാൻ പഠിക്കുന്നെന്ന് പറഞ്ഞ? ആ അതെ. അമ്മേ, ഇതാരാ? അമ്മയെ പോലെ ഒരാള്. ആരോരും ഇല്ലാതെ തെരുവിലൂടെ അലഞ്ഞുകൊണ്ടിരുന്നതാ. അമ്മ കൂട്ടിക്കൊണ്ടിങ്ങ് പോന്നു. നിന്റെ ചേച്ചിക്കും അനിയത്തിക്കും ഒന്നും പിടിച്ചിട്ടില്ല. എന്റെ അമ്മ നല്ലതേ ചെയ്യുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ അമ്മയും എനിക്ക് സ്വന്തം അമ്മയെ പോലെ തന്നെയാ.
പ്രാർത്ഥന ഉണ്ടാവണം എന്റെ കൂടെ. അയ്യോ കുഞ്ഞെ, എന്താ മോളി കാണിക്കുന്നേ? മോളെ അനുഗ്രഹിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. എന്നാലും അമ്മയുടെ പ്രാർത്ഥന എന്നും മോളുടെ കൂടെ ഉണ്ടാവും. അമ്മ, ഞാൻ അകത്തോട്ട് ചെല്ലട്ടെ. ആ കുട്ടി ഇവിടെ വന്ന് കയറിയപ്പോ ഈ വീട്ടിലും മനസ്സിലും ഒക്കെ പ്രകാശം വന്ന് നിറഞ്ഞതുപോലെ. എന്റെ മക്കളിൽ ഏറ്റവും കൂടുതൽ അറിവും വിവേകബുദ്ധിയും ഉള്ളത് ശാലിനിക്ക. അവളാ ഇപ്പൊ എന്റെ ഏക ആശ്വാസം.